ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് ആദിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. തികച്ചും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയായിരുന്നു. പിന്നെ ഇതിൽ സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് അനീഷിനാണ്. അനീഷിൻ്റെ അതൊന്ന് പൊട്ടാതിരുന്ന സമയത്ത് ആൾക്കാരാണെന്ന് പേടിച്ച് പോയിട്ടുണ്ടായിരിക്കും. സ്പെഷ്യലി അനീഷ് തന്നെ ഒന്ന് പേടിച്ചിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ അനുമോൾ എന്തായാലും വിജയിക്കുമെന്നുള്ള കാര്യങ്ങൾ അനുമോൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സേവ് ആയി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ അത് ചിരിക്കണമെന്നോ അതല്ലെങ്കിൽ ഏത് എക്സ്പ്രഷൻ ഇടാൻ അറിയാത്ത അനുമോളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അവസാനം നൂറ പറയുന്നുണ്ട് കപ്പടിക്കും എന്നുള്ള കാര്യങ്ങൾ അനുമോൾ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നടക്കാനും പോകത്തുള്ളൂ. അതുവരെ ഇപ്പോൾ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും കിടിലമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇതിൽ സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ അടുത്ത സീസണിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി മുതൽ പുറത്തായിട്ടുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഇതുപോലെ കൊണ്ടുവരും എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കാര്യം മാറ്റിയിട്ട് ഒരു ദിവസമൊക്കെ മാത്രമായിട്ട് കയറ്റി വിടത്തേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമുക്കും കാണുമ്പോൾ ഒരു രസമായിരിക്കും. ഇനിയിപ്പം നമുക്ക് ഒരാളെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ആദിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി ആരാവും പുറത്താകാൻ പോകുന്നത് എന്നുള്ളത്.